ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ്രൗപദി, റിട്ടൺ ബൈ മഹാശ്വേത ദേവി. മഹാശ്വേത ദേവി ഈസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്, റൈറ്റർ ആൻഡ് എ ജേർണലിസ്റ്റ്. Born on Bangladesh and her parents are well-known authors and she died on 2016. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് സ്റ്റോറി നോക്കാം. ദ്രൗപദി ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, റിട്ടൺ ഇൻ ബംഗാളി ആൻഡ് ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ഗായത്രി സ്പിവക്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സെൻട്രൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ദ്രൗപദിയാണ്. ഇല്ലിറ്ററേറ്റ് ആണ്, ട്രൈബൽ പീപ്പിളാണ്, മാരീഡ് ആയൊരു വിമണാണ്. ഹർ ഹസ്ബൻഡ്സ് നെയിം ഈസ് ദുൽന. അപ്പോൾ ഇവർ ഒരുപാട് മൂമെൻറ്റ്സിൽ ഇൻവോൾവായി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നോട്ട് ഓൺലി ഷീ എൻഗേജ് ഇൻ ഹൗസ് ഹോൾഡ് വർക്ക്, ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡായി ഒരുപാട് പ്രൊട്ടസ്റ്റൊക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ് ഇവർ. നമുക്ക് മഹാഭാരതത്തിലെ ദ്രൗപദിയെ ഒന്ന് നോക്കാം. മഹാഭാരതത്തിലെ ദ്രൗപദിയും ഇവരെ പോലെ തന്നെയായിരുന്നു. പക്ഷേ മഹാഭാരതത്തിൽ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നു. ലാസ്റ്റ് ഇവരെ രക്ഷിക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നു. പക്ഷേ നമ്മുടെ ഈ കഥയിലെ ദ്രൗപദിയെ രക്ഷിക്കാൻ അവസാനം ആരും വരുന്നില്ല. ഒരു ദൈവത്തിൻ്റെ കരങ്ങളും ഇവരെ സ്പർശിക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ട് സ്റ്റോറി നോക്കാം. ഇതിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ദ്രൗപദിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന ദ്രൗപദിയാണ് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവൾ ട്രൈബൽ ഗ്രൂപ്പിൽ നിന്ന് വരുന്നതാണ്, ഇല്ലിറ്ററേറ്റ് ആണ്, മാരീഡാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഒത്തിരി കാസ്റ്റ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷനെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ദ്രൗപദി. അവളുടെ ഹസ്ബൻഡാണ് ദുൽന. അപ്പോൾ ഈ ദുൽനയും ദ്രൗപദിയും ഗവൺമെൻറ്റിൻ്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള രണ്ടുപേരാണ്. വൈ? ബിക്കോസ് അവരൊരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വെൽത്തി ലാൻഡ് ലോഡിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ലാൻഡിൽ ഡ്രൗട്ട് ഉണ്ടാവുന്നു, വാട്ടർ സ്കാസിറ്റി ഉണ്ടാവുന്നു, കുടിവെള്ളം ക്ഷാമമാണ് അവിടെ. അപ്പോൾ ഇവർക്ക് ആ വെൽത്തി ലാൻഡ് ലോഡ്സിൻ്റെ അടുത്ത് പോയി ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ അവർക്ക് കുടിവെള്ളം കിട്ടത്തുള്ളൂ. അങ്ങനെ ഇവരവിടെ പോകുമ്പോഴേക്കും ആ വെൽത്തി ലാൻഡ് ലോഡ്സ് ഇവർക്ക് കുടിവെള്ളം പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ദേ ഡിനൈഡ് ഇറ്റ്. വൈ? ബിക്കോസ് ഇവർ താഴ്ന്ന കാസ്റ്റിലുള്ളവരാണ് അല്ലേ. അവരെപ്പോഴും ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് മാത്രമേ വെള്ളമല്ല എന്തൊരു സാധനവും എന്ത് ഹെൽപ്പും ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവർ ലോ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വെള്ളം കൊടുക്കത്തില്ല. അഥവാ വെള്ളം കൊടുക്കണമെങ്കിൽ തന്നെ അവരതിന് ഒരു എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ ഈ ട്രൈബൽ ക്ലാസ്സിലുള്ള ആൾക്കാരെന്താ, ഫുഡിന് തന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണല്ലേ. അന്നോടന്ന് പോലും അവർക്ക് അതിന് പോലും സർവൈവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇനി കുടിവെള്ളത്തിനൊരു ക്ഷാമം വരുമ്പോൾ അതിനും ഒരു ടാക്സൊക്കെ പേ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, ഈ വെൽത്തി ലാൻഡ് ലോഡ്സിനെ കൊല്ലുന്നു. അങ്ങനെ ഇവർക്കെതിരെ ഗവൺമെൻറ് അവരുടെ ഫോഴ്സൊക്കെ ഉപയോഗിച്ച് ഇവരെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ദ്രൗപദിയും ദുൽനയും ഒളിവിൽ പോകുന്നു. എവിടെ പോയി ഒളിച്ച് താമസിക്കുകയാണ്, ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറേ നാളുകൾ കഴിയുമ്പോൾ ഈ ദ്രൗപദിയുടെ ഹസ്ബൻഡിനെ പോലീസ് കണ്ടുപിടിച്ച് കീഴ്പ്പെടുത്താണ്. ദുൽനെ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലുന്നുണ്ട്. ബോഡിയൊന്നും ബറി ചെയ്യാനായിട്ടൊന്നും കൊടുക്കുന്നില്ല, കൊല്ലുന്നു. അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റിനൊക്കെ ശേഷം ദ്രൗപദി ആരും തിരിച്ചറിയാതിരിക്കാൻ അവരവരുടെ പേരൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ പോലീസ് ദ്രൗപദിയെയും കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് അവിടെ വെച്ചാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. ആദ്യം പറഞ്ഞല്ലോ ദ്രൗപദി പോലീസ് കസ്റ്റഡിയിലാണെന്ന്. ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറഞ്ഞത്. അങ്ങനെ സ്റ്റിൽ ദ്രൗപദി പോലീസ് സ്റ്റേഷനിലാണ്. ഒത്തിരി സഫറിങ്സൊക്കെ അനുഭവിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ആവശ്യത്തിന് ഫുഡില്ല, വാട്ടറില്ല, എല്ലാ പോലീസുകാരും ഇവരെ റേപ്പ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായ ഒരു കഷ്ടത്തിലാണ് അവർ പോലീസ് സ്റ്റേഷനിൽ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നു. അവർക്കറിയാം ഇതാണ് റീസൺ എന്ന്. പക്ഷേ ഒരു ഹൈ ഓഫീസർ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആൻഡ് സ്റ്റിൽ ഷീ ഈസ് ഇൻ ദ സ്റ്റേഷൻ. ആൻഡ് അങ്ങനെ പെട്ടെന്നൊരു ദിവസം നെക്സ്റ്റ് ഡേ പോലീസുകാർ വന്നിട്ട് പറയും, ഹൈ ഓഫീസറിനെ കാണിക്കാനായിട്ട് നിന്നെ കൊണ്ടുപോകണം. സോ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി നല്ല വെൽ ഡ്രസ്ഡായിട്ട് വരാൻ പറയും. പക്ഷെ അവളൊന്നും അനുസരിക്കുന്നില്ല. കാരണം എന്താ, അവൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, എന്നിട്ടും ഇതൊക്കെ മാറ്റി വേറത് ഇട്ടിട്ട് വരാനാണ് പറയുന്നത്. പക്ഷേ പെട്ടെന്ന് അവൾ ഇട്ടിരുന്ന ആ ഡ്രസ്സിനെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കീറുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഷീ ഈസ് എ വെരി ബോൾഡ് ക്യാരക്ടർ.
നേക്ഡായിട്ട് തന്നെ ആ ഒരു ഓഫീസറിൻ്റെ മുന്നിലേക്ക് ഇവൾ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഫീസർ തന്നെ കണ്ടിട്ട് അന്തം വിട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അതിശയപ്പെട്ട് ഇവളോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഡ്രസ്സ് പോലും ഇടാതെ എൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നത്, എല്ലാ ഓഫീസേഴ്സും എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെ എല്ലാവരും എൻ്റെ ശരീരഭാഗങ്ങൾ മുഴുവനും കണ്ടതാണ്. സോ ഇനി എന്തിനാണ് ഞാനൊരു ഡ്രസ്സൊക്കെ മറിച്ച് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ ഓഫീസർ വളരെ തന്നെ ഇങ്ങനെ പേടിച്ച് അവളുടെ മുന്നിൽ നിൽക്കുകയാണ്. നല്ല ഒത്തിരി പവറുണ്ട്, എന്തും ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഓഫീസർ പോലും ഇവളുടെ മുന്നിൽ ഇങ്ങനെ പേടിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഒരു ബോഡി തന്നെ അവളുടെ ഒരു ഗ്രേറ്റസ്റ്റ് വെപ്പണായിട്ട് എടുത്ത് ഇവൾ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓഫീസർ വരെ ഇവളുടെ മുന്നിൽ ഫെയിലാവാണ്. പവർ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ ഇവളുടെ മുന്നിൽ ഇങ്ങനെ പതറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓഥർ, ഈ ദ്രൗപദി ഒരു സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടറായിട്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ കാസ്റ്റിനെതിരെ, ജെൻഡർ ഡിസ്ക്രിമിനേഷനെതിരെയൊക്കെ സംസാരിക്കുന്ന ആ ഒരു സമയത്തുള്ള ട്രൈബൽ പീപ്പിൾ സഫറിങ് ഒക്കെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ മഹാഭാരത സ്റ്റോറിയും കൂടെ വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും ഇതിനെ. മഹാഭാരതത്തിലെ ദ്രൗപദിയെ ലാസ്റ്റ് ശ്രീകൃഷ്ണൻ രക്ഷിക്കാനായി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ദ്രൗപദിയെ രക്ഷിക്കാൻ ആരും തന്നെ വരുന്നില്ല, അവൾ സ്വയം ഫൈറ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഷോർട്ട് സ്റ്റോറി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.